Hello dears, welcome back. Today we will see what is Cannizzaro reaction. So we have some named reactions and this is one of it. So Cannizzaro reaction. In the presence of concentrated alkali, aldehydes containing no alpha hydrogen undergo self-oxidation and reduction to yield a mixture of an alcohol and a salt of carboxylic acid. This disproportionation reaction is known as Cannizzaro reaction. The reaction is generally brought about by allowing the aldehyde to stand at room temperature with concentrated aqueous or alcoholic hydroxide. Under these conditions, an aldehyde containing alpha hydrogen would undergo aldol condensation. So remember that the aldehydes should not contain alpha hydrogen. Alpha hydrogen എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. സി ഡബിൾ ബോണ്ട് ഓടെ അടുത്തുള്ള നെക്സ്റ്റ് കാർബണിലുള്ള ദിസ് ഈസ് നോൺ ആസ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിലുള്ള ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫോർമാൽഡിഹൈഡ് എടുക്കുകയാണെങ്കിൽ അവിടെ വേറെ ആൽഫ കാർബൺ ഇല്ല. സോ ദർ ഈസ് നോ ആൽഫ ഹൈഡ്രജൻ. ബെൻസാൽഡിഹൈഡ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ പാരാനൈട്രോ ബെൻസാൽഡിഹൈഡാണ് കാണിച്ചേക്കുന്നത്. എടുക്കുകയാണെങ്കിലും ഈ CHO ഗ്രൂപ്പിൻ്റെ നെക്സ്റ്റ് കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽഫ ഹൈഡ്രജനാണ്. നെക്സ്റ്റ് കാർബണിലെ വാലൻസി ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. 4 അല്ലേ, അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇല്ല. സോ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആൽഡിഹൈഡ് കണ്ടെയ്നിങ് നോ ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് ആൽഡോൾ കണ്ടൻസേഷൻ ആയിരിക്കും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ കാനിസറോ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിൽ ആൽഡിഹൈഡ്സ് കണ്ടെയ്നിങ് നോ ആൽഫ ഹൈഡ്രജൻ undergo a disproportionation reaction, that is self-oxidation and self-reduction. നമുക്കറിയാം CHO ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്താൽ എന്താവും? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓൺ റിഡക്ഷൻ ഗീവ്സ് CH2OH and CHO group on oxidation gives COOH അല്ലേ? ഒരു ആസിഡും ആൽക്കഹോളും ആണ് കിട്ടുന്നത്. റെഡ്യൂസ് ചെയ്യുമ്പം ആൽക്കഹോളും ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആസിഡുമാണ്. അപ്പോൾ HCHO റെഡ്യൂസ് ചെയ്യുമ്പം ദിസ് CHO വിൽ ബി കൺവേർട്ടഡ് ടു CH2OH. CH2OHൻ്റെ കൂടെ ഒരു എച്ചും കൂടെ ചേർക്കുമ്പോൾ ദാറ്റ് ഈസ് CH3OH മെത്തനോൾ. ആൻഡ് CHO ഓക്സിഡൈസ് ചെയ്യുമ്പം COOH. നമുക്ക് അതിൻ്റെ സോൾട്ടായിട്ടാണ് കിട്ടുന്നത്. പിന്നെ അതിനെ ആസിഡിഫൈ ചെയ്താൽ നമുക്ക് ഫോർമിക് ആസിഡ് കിട്ടും, CONA. അതുപോലെ ദിസ് CHO CH2OH CONA ആയിട്ടും മാറും. അപ്പോൾ അതാണ് കാനിസറോ റിയാക്ഷൻ. ആൻഡ് ദ റിയാക്ഷൻ ബെസ്റ്റ് പ്രൊസീഡ്സ് വിത്ത് ആരോമാറ്റിക് aldehydes. And the reaction can also take place between two different aldehydes having no alpha hydrogen. Such a reaction is known as crossed Cannizzaro reaction. ഇതിൻ്റെ മെക്കാനിസം നമുക്ക് കാണാം. മെക്കാനിസം കണ്ടിട്ട് രണ്ട് ഡിഫറെൻ്റ് ആൽഡിഹൈഡ്സിൻ്റെ ഹിയർ വി ഹാവ് ടേക്കൻ 2 ഡിഫറെൻ്റ് ആൽഡിഹൈഡ്സ്. അങ്ങനെയുള്ള കാനിസറോ റിയാക്ഷനെ നമ്മൾ ക്രോസ്ഡ് കാനിസറോ റിയാക്ഷൻ, 2 തരത്തിലുള്ള ആൽഡിഹൈഡാണ് ക്രോസ്ഡ് കാനിസറോ റിയാക്ഷൻ എന്ന് പറയും. ഇവിടെ എപ്പോഴും ഫോർമാൽഡിഹൈഡ് ആയിരിക്കും ഓക്സിഡൈസ് ചെയ്യുന്നത്. ഫോർമാൽഡിഹൈഡിൻ്റെ കൂടെ വേറെ ഏത് ആൽഡിഹൈഡ് എടുത്താലും ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് ഫോർമാൽഡിഹൈഡ് ആയിരിക്കും, റെഡ്യൂസ് ചെയ്യുന്നത് മറ്റേ ആൽഡിഹൈഡുമായിരിക്കും, ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആൽഡിഹൈഡുമായിരിക്കും. അതിന് റീസൺ എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡിൽ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാൻ ഇതും എടുക്കുകയാണെങ്കിൽ നമ്മുടെ മെക്കാനിസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫൈലിൻ്റെ അറ്റാക്കാണ്.
അതുകൊണ്ട് അത് ഫോർമാൽഡിഹൈഡിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവായതുകൊണ്ട് അതിനകത്തായിരിക്കും അറ്റാക്ക് ചെയ്യാനായി ടി സി. ഇപ്പോൾ 2 പേര് നിൽക്കുവാണെങ്കിൽ അതിനകത്ത് ഈസി ആയിട്ടുള്ള ആളുടെ അടുത്തായിരിക്കുമല്ലോ അറ്റാക്ക് നടക്കുന്നത്. അപ്പം എപ്പോഴും ഫോർമാൽഡിഹൈഡിലായിരിക്കും OH- അറ്റാക്ക് ചെയ്യുന്നത്. ആ OH- അറ്റാക്ക് ചെയ്യുന്ന ആ മോളിക്കുളായിരിക്കും എപ്പോഴും ഓക്സിഡൈസ് ചെയ്യുന്നത്, മറ്റേ മോളിക്കുളായിരിക്കും റെഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാമായിരുന്നോ, ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ മോളിക്കുളായിരിക്കും റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തോണം. ഈ ഫോർമാൽഡിഹൈഡ് undergoes cross Cannizzaro reaction with other aldehydes lacking alpha hydrogen. It is formaldehyde that is oxidized and the other is reduced. The reason is that the nucleophilic attack takes place more readily on formaldehyde than on other aldehydes. So that is the reason. Now I'll see the mechanism. First step of the reaction is a reversible reaction, and that is the slow step. So that is addition of hydroxide ion to the carbonyl group forming an anion. അപ്പം ഈ OH- ഈ കാർബണിൽ അറ്റാക്ക് ചെയ്യുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് O- ആവുന്നു, OH ഇവിടെ വരുന്നു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. This is the rate determining step. And in the second stepil വേറൊരു മോളിക്യൂൾ ഓഫ് ബെൻസാൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്. And transfer of hydride ion from the first molecule to the carbonyl carbon of the second aldehyde molecule. So that is the second step. ഇവിടെ നിന്ന് ഒരു ഹൈഡ്രൈഡ് അയോൺ, അതായത് H- ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് വരുന്നു, അവിടെയൊക്കെ ഈ H- അറ്റാക്ക് ചെയ്യുന്നു, H- വരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഒരു H വരും, ഇവിടെ H പോകും, ഇതിങ്ങോട്ട് വരും. അപ്പം ഈ മോളിക്യൂൾ എന്ന് പറയുന്നതാണ് ഈ എഴുതിയേക്കുന്നത് O-H, ഈ പുതിയ H കൂടെ വന്നിട്ട് ഇത്. അടുത്ത മോളിക്യൂളിൽ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഡബിൾ ബോണ്ട് O ആകും, ഇത് കറസ്പോണ്ടിങ് ആസിഡായിട്ട് മാറും. സോ ദിസ് ഈസ് ആൻ ആൽക്കോക്സൈഡ് അയോൺ ആൻഡ് ദിസ് ഈസ് കാർബോക്സിലിക് ആസിഡ്. അതങ്ങനെ നിൽക്കത്തില്ല, ആൽക്കോക്സൈഡ് അയോൺ സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രോട്ടോൺ എക്സ്ചേഞ്ച് നടക്കും. പ്രോട്ടോൺ എക്സ്ചേഞ്ച് നടന്നിട്ട് ഈ H ഇങ്ങോട്ട് വരും, ഈ O- ഈ H-നെ എടുത്തും. കാർബോക്സിലേറ്റ് അയോൺ ഈസ് സ്റ്റേബിൾ, ഇതിന് റെസിഡൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്, ഇത് കുറച്ചും കൂടെ സ്റ്റേബിളാണ്. സമയം ആൽക്കോക്സൈഡ് അയോൺ എടുക്കുവാണെങ്കിൽ അത് സ്റ്റേബിളാണ്. ദിസ് cannot be stabilized by any means. So this is stable. So proton exchange takes place and this will become the corresponding alcohol and this will become the corresponding carboxylate anion. ഇതിനി നമ്മുടെ ഏത് ആൽക്കലിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് പൊട്ടാസ്യം സോൾട്ടോ സോഡിയം സോൾട്ടോ എന്തെങ്കിലും ആകും, CON. അതിനെ ആസിഡിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആസിഡാക്കി മാറ്റാം. So that is the mechanism of the Cannizzaro reaction. That is, first step of the reaction is reversible, addition of hydroxide ion to the carbonyl group forming an anion, and this is the rate determining step. And in the second step, transfer of hydride ion from the first molecule to the carbonyl group of the second aldehyde molecule, which is thus now reduced to the alkoxide ion, and one molecule is oxidized to acid. The acid and the alkoxide ions so formed undergo proton exchange, forming a more stable pair, that is an alcohol and an acid anion. So here I have taken another example that I have already mentioned, formaldehyde and benzaldehyde. Here formaldehyde will get oxidized and this will get reduced. അതിൻ്റെ മെക്കാനിസം നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ OH- ഈ കാർബണിൽ അറ്റാക്ക് ചെയ്യുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, O- ആവുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ H- ഇവിടേക്ക് പോകുന്നു, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് അപ്പോൾ ഇത് ആസിഡായിട്ടും ഇത് ആൽക്കഹോളായിട്ട് ആൽക്കോക്സൈഡ് അയോണായിട്ടും മാറും. പ്രോട്ടോൺ എക്സ്ചേഞ്ച് നടന്ന് HCO- ആൻഡ് C6H2OH കിട്ടും. The intramolecular Cannizzaro reaction is also known. For example,
ഗ്ലയോക്സാല് എടുക്കുവാണെങ്കിൽ ഒരെണ്ണം എന്ത് ചെയ്യും, ഒരെണ്ണം റെഡ്യൂസ് ചെയ്യും, ഒരെണ്ണം ഓക്സിഡൈസും ചെയ്യും അല്ലേ. അതുപോലെ ഇതെടുക്കുവാണെങ്കിൽ ഇത് ഒരെണ്ണം റെഡ്യൂസ് ചെയ്യും, ഇതൊരെണ്ണം ഓക്സിഡൈസ് ചെയ്ത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഇതിൻ്റെ മെക്കാനിസം ഞാൻ ചുമ്മാ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഹോംവർക്ക് ചെയ്ത് തന്നെ അയക്കാൻ നോക്കണം. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസമാണ്. Glyoxal is hydroxyacetate anion in the presence of concentrated alkali. അതിൻ്റെ മെക്കാനിസമാണ് കൊടുത്തേക്കുന്നത്. ഗ്ലയോക്സാൽ എഴുതി, OH മൈനസ് ഇവിടേക്ക് പോകുന്നു. ഏതെങ്കിലും പറഞ്ഞാൽ ഇത് ഇപ്പോൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇവിടെ ഏത് ഇതിൽ വേണേലും പോകാം. O മൈനസ്, അത് കഴിയുമ്പോൾ O മൈനസ് ഇങ്ങോട്ട് വരുന്നു, ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രൈഡ് അയോൺ കിട്ടുന്നു. ഇത് അൺസ്റ്റേബിളാണ്, അപ്പോൾ ഇതിൽ നിന്ന് പ്രോട്ടോണിനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. പിന്നെ അത് സോഡിയം സോൾട്ടായിട്ട് മാറുന്നു, അത് അസിഡിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് കാനിസറോ റിയാക്ഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷനുണ്ട്, അത് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷനും കൂടെ പഠിച്ചു കഴിയുമ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ആപ്ലിക്കേഷൻ കാണിക്കും. ഓക്കെ.